അനൗപചാരികമായിട്ട് നടക്കുന്ന ക്രിയകളും കർമ്മത്തിൽ നിന്നെല്ലാം അവരെ വ്യതിചലിപ്പിച്ചും അവർക്ക് നല്ല ജീവിതവും ഒരു സംതൃപ്തിയും കിട്ടുന്ന രീതിയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കാൻ. അപ്പോൾ ഇതിന് വൻ തുക ചെലവ് ചെയ്തിട്ട് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്താനായിട്ട് നിങ്ങൾ ആൾക്കാരെ വിളിച്ചു വരുത്തി ഇതൊക്കെ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി ഒന്ന് ചോദിച്ചും ഒരു അനുവാദത്തോടു കൂടി ചെയ്താൽ വളരെ നന്നായി. അതുകൊണ്ട് ഈ പേരും പറഞ്ഞുകൊണ്ട് അന്യദേശങ്ങളിലെ ആൾക്കാർ വന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചും ഓരോ ക്രിയകളും കർമ്മങ്ങളും നടത്തുന്നതായിട്ട് പല കംപ്ലൈൻറ്റുകളും വന്നിട്ടുണ്ട്. അമ്മേ ദേവി ശരണം. ഈ സ്ഥാനം അടിയാർ തമ്പുരാൻ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയാർ തമ്പുരാൻ എന്താണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാനുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡീപ്പായിട്ട് ചിന്തിക്കാം. വരുന്ന ഭക്തർ, നമ്മൾ ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ വരുന്ന ഭക്തരുടെ സങ്കടവും അവർക്ക് എന്താണ് അവരുടെ ആവശ്യമെന്ന് അറിഞ്ഞ് അവരെ ഉപദേശിച്ച് ഈ അനൗപചാരികമായിട്ട് നടക്കുന്ന ക്രിയകളും കർമ്മത്തിൽ നിന്നെല്ലാം അവരെ വ്യതിചലിപ്പിച്ചും അവർക്ക് നല്ല ജീവിതവും ഒരു സംതൃപ്തിയും കിട്ടുന്ന രീതിയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ വ്യക്തിക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ്. ആ ജോലിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മളുടെ ജ്യോതിഷം നോക്കി ആൾക്കാരോട് ഓരോന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇവിടെ ഇന്ന കാരണത്താൽ നിങ്ങൾക്ക് കോപമുണ്ട്, അതുണ്ട്, പിന്നെ വെട്ടിത്തെളിഞ്ഞ് വെളിച്ചപ്പാടുള്ള വീടുകളിൽ അമ്പലം വേണം, അത് വേണം, ഇത് വേണം, പണിയണം, അപ്പോൾ അവിടെ പ്രതിഷ്ഠ നടത്തണം. അപ്പോൾ ഇതിന് വൻ തുക ചെലവ് ചെയ്തിട്ട് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്താനായിട്ട് നിങ്ങൾ ആൾക്കാരെ വിളിച്ചു വരുത്തി ഇതൊക്കെ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി ഒന്ന് ചോദിച്ചും ഒരു അനുവാദത്തോടു കൂടി ചെയ്താൽ വളരെ നന്നായിരിക്കും. നമ്മളിത് ചെയ്യിക്കുമ്പോൾ വളരെയധികം പഠിച്ചതും നല്ല രീതിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ വേണം ഇതൊക്കെ ചെയ്യിക്കാൻ കാര്യങ്ങൾ ചെയ്യാം. നോക്കി കണ്ടും വേണം ചെയ്യാൻ. അല്ലാതെ കണ്ട് ഈ പേരും പറഞ്ഞുകൊണ്ട് അന്യദേശങ്ങളിലെ ആൾക്കാർ വന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചും ഓരോ ക്രിയകളും കർമ്മങ്ങളും നടത്തുന്നതായിട്ട് പല കംപ്ലൈൻറ്റുകളും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ അറിവോ സമ്മതത്തോടു കൂടി ചെയ്യുന്നതുമല്ല. അതിനാൽ എന്ത് തന്നെ നിങ്ങൾക്ക് നടത്തണമോ, എന്ത് തന്നെ ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഇങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനുള്ള കറക്റ്റ് മറുപടി ഞങ്ങളായിട്ട് പറഞ്ഞു തരും. അതിനുള്ള പോംവഴികൾ ഞങ്ങൾ പറഞ്ഞു തരും. അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചിട്ട് പല സംഘടനകളും ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പല സംഘടനകളും ഞങ്ങളോട് അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എൻ്റെ സഹായിയായിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങളുടെ തറവാട്ടിൽ സഹായിയായിരിക്കുന്ന ആൾക്കാരും അവരാണിത് ചെയ്യുന്നതെങ്കിൽ അവരെക്കുറിച്ചൊരു വ്യക്തിപരമായിട്ടൊരു പരാതി തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതാരും തരുന്നില്ല, മനസ്സിലായില്ല. അല്ലാതെ വെറുതെ വെർബലി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളത് അന്വേഷിക്കും. ഞങ്ങളായിട്ട് എന്തായാലും ഇതിനു വേണ്ടി എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ആധ്യാത്മിക പീഠത്തിൽ നിന്നും പഠിച്ച് നല്ല രീതിയിൽ വന്ന വ്യക്തികളെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കാറ്. എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യിക്കുന്നത് അവരെ നിർത്തി അവരെ കൊണ്ട് നല്ല രീതിയിലാണ് ചെയ്യിക്കാറ് കർമ്മങ്ങൾ. അല്ലാതെ കൊണ്ട് സ്വമേധയാ ഇന്ന ആളെ വെച്ചിട്ട് ഒന്നും അങ്ങനെ ചെയ്യലില്ല. ഞാനങ്ങനെ ചെയ്യാറുമില്ല. അതെല്ലാവരും സൂക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾ അത് ധനം മോഹിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാറില്ല. നിങ്ങളിൽ എന്താണ് നിങ്ങളിൽ ഉള്ളതെന്ന് വെച്ചാൽ വരുന്ന വ്യക്തികൾക്ക് കൊടുക്കുക, പൂജാകർമ്മങ്ങൾ ചെയ്യാനുള്ള ചിലവും കാര്യങ്ങളും കൊടുക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ ദക്ഷിണയായിട്ടൊന്നും സ്വീകരിക്കാറില്ല, ഒരു ഇതും സ്വീകരിക്കാറില്ല. എന്തെങ്കിലും ഉള്ളത് തരാൻ ഉള്ളതൊക്കെ അമ്മയ്ക്ക് അവർ അർപ്പിക്കാനേ ഞങ്ങൾ പറയുള്ളൂ. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭണ്ഡാരത്തിൽ കൊടുത്ത് കൊണ്ട് ഇടുക. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.